ഞാൻ പോകണം. നോക്കണം സാറിൻ്റെ ഒക്കെ ഇരിക്കുന്നത് ആനേക്കുനേക്കം കുനയിച്ചനെ ഇരിക്കുമ്പോൾ നിൽക്കും രഹസ്യഗോൾമാർക്ക് പരസ്യമായിട്ട് കടന്നാണ് വരാൻ കന്നഡ കൊടങ്കനാട് കാസർഗോഡ് മുതലായ വിദേശ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച പ്രചാരമാണ് സുഹൃത്തുക്കൾ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഒരു 4-10 വീസ 50 വീസ എനിക്ക് വേണ്ടിയല്ല, അള്ളാഹ് അബറിന് വേണ്ടി, യേശു കുറിച്ച് വേണ്ടി, ശ്രീനാരായണ ഗുരു വേണ്ടി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ കളിയാണ് പൊളിയാണ്, നിങ്ങൾ ട്യൂഷൻ കൊടുത്തിട്ട് എഴുന്നേറ്റ് പൊട്ടിക്കരൽ നിങ്ങൾ ഗദ്യ സാധിക്കും. നോക്കണം സാർ, നോക്കണം സാർ, നോക്കണം സാർ. അടിപൊളി. ഇനി ലാലേട്ടൻ ഞാൻ പറയട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിലെ ലാലേട്ടനെ ഇതുവരെ അനുകരിക്കുന്നത് ഞാൻ ആരും കണ്ടിട്ടില്ല. ഇതുപോലെ ലാലേട്ടനെ കാച്ചി കൊടുക്കും. എന്താ കൊറേ നാളായല്ല എന്താ ഈ പരിപാടിയിലൊക്കെ നടക്കുന്നത്? നമ്മുടെ ഷോയിലേക്കൊക്കെ ഒന്ന് വന്നുകൂടെ? അയ്യോ ബിഗ് ബോസ് സാർ നമസ്കാരം സാർ. ബിഗ് ബോസിൽ വന്നതിന്റെ വലിയൊരു ആഗ്രഹമാണ് സാർ. ഈ പ്രാവശ്യവും കണ്ടില്ല? ഈ പ്രാവശ്യം എനിക്ക് തിരക്കായിരുന്നു, പ്രോഗ്രാമിന് തിരക്കായിരുന്നു. സാറ് വിളിച്ചല്ലോ, ഇതിപ്പോ എനിക്ക് തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അടുത്ത ഷോയ്ക്ക് ഞാൻ ഉണ്ടാവും സാർ. എനിക്കറിയത്തില്ല, അടുത്ത ഷോയ്ക്ക് ഉണ്ടാവും. ബാക്കിയുണ്ടെങ്കിൽ സാറിന്റെ നാവ് പൊന്നാവട്ടെ സാർ. എനിക്ക് ലാലൻ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാർ. എനിക്ക് സാറിന്റെ ഈ പാട്ട് ഇഷ്ടം. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടിപ്പതിഞ്ഞു പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. ലാലന്റെ സൗണ്ട് പറ, ലാലന്റെ സൗണ്ട്. പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ പ്രേക്ഷകരോടായിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട്, പപ്പ ആരെയാണ് ഇഷ്ടപ്പെട്ട നടനാരാ? മമ്മൂക്കയാണോ, ലാലേട്ടനാണോ, സുരേഷ് ഗോപിയാണോ, ദിലീപാണോ, പിന്നെ ആരാ, പൃഥ്വിരാജാണോ, എന്നെ പോലെ ഇരിക്കുന്ന കുഞ്ചാക്കോനാണോ, ആരാ? ഇവരെല്ലാരും എന്നെ സംബന്ധിച്ച് ഇഷ്ടമുള്ള നടൻ ജയനല്ലേ? ജയൻ സാർ, ജയൻ ജയൻ നിർത്തി. എന്റെ അമ്മേ നിർത്തി. എനിക്ക് ഇഷ്ടമുള്ള നടൻ അല്ല ജയൻ സാറിന്റെ സൗണ്ട് എടുക്കും. ആനയെ കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് ഇഷ്ടമുള്ള നടൻ മോഹൻലാലും മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അവരെല്ലാം ഞാൻ ഒരേ തട്ടേ തന്നെ കാണും. അങ്ങനെയില്ല, ഒരു ക്ലാസ്സിൽ തൂക്കുമ്പോ പുള്ളിക്ക് മോഹൻലാൽ എന്താ വെച്ച് മറ്റൊരു അതേപോലെ കാണുന്നത്. അങ്ങനെയില്ല, എല്ലാവരും കണ്ടിട്ടില്ല, ഒരേ ഇതിലാ കാണുന്നത്. അല്ല അല്ലെ, ഒരു ക്ലാസ്സിൽ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഏതാ പറ്റുക ആ ഒരേ ഇതില്ലേ, ആ ഒരു ഇതില്ലേ, അതിൽ തന്നെ കാണുന്നത്. വ്യത്യാസമില്ല. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൗമുദി ചാനലിലെ ഇന്റർവ്യൂ എല്ലാം? നല്ല അടിച്ചു പൊളിച്ചില്ലേ? നല്ല ആക്ടിങ് ആയിരുന്നു. അവിടെ എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ അടിപൊളിയായെന്നാ പറഞ്ഞത്. പിന്നെ മാവേലി വരെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും തുടർന്നുണ്ടാവൂല്ലേ തലതെറിച്ച തുടർന്നുണ്ടാവൂലേ? ഇവിടെ നിൽക്കുമല്ലോ. പിന്നെ ഞങ്ങൾ പറയാം, ഇപ്പൊ ഞാനൊരു കാര്യം കുറച്ച് സീരിയസ് നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഇതുപോലെ സ്നേഹമുള്ള ഒരാളെ, കാരണം അലിൻ ജോസ് പെരേര പാകം ചെയ്ത ആളാണ്. പക്ഷെ അവനൊന്നും മനസ്സിലാവില്ല. മനസ്സിലായോ? ഇവിടെ പറയും പുതിയ അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന. പിന്നെ ഓണത്തിന് നമ്മളൊരു പുതിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. നമ്മളൊരു മാപ്സിക് ഫുഡ്സ് ഒക്കെ പോയി, നീലക്കുറുക്കനൊക്കെ പോയി ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെയാണ്. അപ്പൊ അവര് ചെയ്യുന്നത് മാവേലിയും ഞാനും വിഷ്ണു കൊച്ചിക്കാരായിരിക്കും മാവേലിയായിട്ട് വരുന്നത്. നിങ്ങള് പ്രജകളായിട്ട് കാണികളായിട്ട് കണ്ടിട്ട് അനുഗ്രഹം മേടിക്കുന്ന ഡയലോഗ്സ് ഉണ്ടല്ലോ. ഓണസമ്മാനം അതിനകത്തുണ്ടാവും. പൈസയും ഉണ്ടാവും. നല്ല സദ്യ ഉണ്ടാവും. വേറെ കാര്യം പറയുന്നത്, അലിൻ ജോസ് പെരേരയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ അല്ലെ പപ്പ. കാരണം ഇത്ര സ്നേഹമുള്ളതല്ലേ. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വെച്ചാണല്ലോ, ഗൾഫിൽ ചെന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. ഈ പാവത്തിന്റെ സെന്റിമെന്റ്സ് ആണ്. ഗൾഫിൽ ചെന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം കിട്ടിയ പണി കൊണ്ട്, മരപ്പണി ആയിക്കോട്ടെ അല്ലെ, തൃപ്തിപ്പെട്ട് ഇത്ര വർഷം അവിടെ നിന്ന്, പിന്നെ എന്താ പറയാ, ഇവൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും മകനുള്ള സ്നേഹം എന്നും എപ്പോഴും ഉണ്ട്, ഒരേ ക്ലാസ് തന്നെ അല്ലേ. കാരണം എന്ന് വെച്ചാൽ ലൈഫിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. അതുകൊണ്ടാണ് ഈ ചെറിയ കോമാളിത്തരം പോലത്തെ എന്തെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും നിന്ന് കൊടുക്കുന്നത്. ആണോ അല്ലയോ? ഞാനും താനും
ആ, ഒരേപോലെ അല്ലടോ. ആണോ? അപ്പൊ എന്തായാലും ഇടാപടം ബന്ധമല്ലേ? എന്തായാലും ഒരു വലിയ വരുന്നുണ്ട് മാറിക്കൊടുക്കും. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അച്ഛനെ സൈഡ് കൊടുക്കും. ഞങ്ങൾ ചെറിയ ഇന്റർവ്യൂ ആണ് അച്ഛാ. ഞങ്ങള് സോഷ്യൽ മീഡിയയിലുള്ളവരാ. അപ്പം അല്ല അതല്ല, അച്ഛനോട് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ ഒരിക്കലും കോമാളിയല്ല. കോമാളി എന്ന് വെച്ചാൽ ഇതാണ് കണ്ടോ, നോക്ക് ഈ മനുഷ്യനാണ് കോമാളി. കോമാളി ഓടി. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. ഇദ്ദേഹം കോമാളിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കാനും. ഇപ്പൊ ഇദ്ദേഹത്തെ ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്. പപ്പ തിരിച്ചു വന്നതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ മലയാളി. നമ്മുടെ സുഹൃത്ത് അല്ലേ? ഞാൻ മലയാളി. ലോറൻസ് പപ്പ ഇവനാരാ ഓക്കെ, മതി. കട്ടി